ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. കോക്കോസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ജോലിയുള്ള ഒരു ദിവസത്തെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉള്ളതാണ്. അപ്പോൾ രാവിലത്തെ നിസ്കാരവും പല്ലുതേപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് തുടങ്ങിയിട്ടുള്ള എൻ്റെ ഒരു ദിവസത്തെ വീഡിയോ ആണെന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ ഫ്രണ്ട്സും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നമ്മുടെ വീഡിയോസ് എല്ലാം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിച്ച് നമ്മളെ സപ്പോർട്ടാക്കുക. പിന്നെ ഇവിടെ ഇപ്പം നല്ല ചൂട് കാലാവസ്ഥയാണ്. ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് നിൽക്കാൻ പറ്റാത്ത അത്ര ചൂടാണ്. ഇപ്പോൾ പുറത്തു നിന്നാണ് വീഡിയോ ചെയ്യുന്നത്. ഭയങ്കര ചൂട് കാലാവസ്ഥയാണ്, നമുക്ക് സഹിക്കാൻ പറ്റൂല. പക്ഷെ ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോഴത്തേക്കും എനിക്ക് ഇത്രയും ചൂട് അനുഭവിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഇത്രയും ചൂടില്ലായിരുന്നു. ഇപ്രാവശ്യം ഭയങ്കര ചൂട്. അതുകൊണ്ട് നമുക്ക് ഈ കണ്ണിനൊക്കെ നല്ല പ്രശ്നമായിട്ടുണ്ട് ഇപ്രാവശ്യത്തെ ചൂട് കാരണം. അപ്പം ഇനിയിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇന്നത്തെ സ്റ്റാർട്ടിങ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ടുള്ള ഓരോ കാര്യങ്ങൾ എനിക്ക് കാണിച്ചു തരാം. രാവിലെ ഇവരെയൊക്കെ ഒന്ന് കൊണ്ട് വെയിൽ കൊള്ളിക്കട്ടെ. ആദ്യം നമുക്ക് ബ്ലൂ പെണ്ണിനെ ഇറക്കാം. കുറേ പേര് ചോദിക്കുന്നുണ്ട് ബ്ലൂ പെണ്ണിനെ പറത്തി വിടുന്നില്ലേ എന്ന്. പക്ഷേ ബ്ലൂ പെണ്ണ് പറന്നു പോകുന്നില്ല, അതാണ് സത്യം കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ കാലാവസ്ഥ ഭയങ്കര ചൂടല്ലേ. ചൂടും കൂടെയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് പറത്ത് വിടണം ഇവരല്ല, നമ്മൾ ബ്ലൂ പെണ്ണിനെ പറത്ത് വിടണം. കോക്കോ പറന്നു പോകില്ല. ഇപ്പോൾ രാവിലെ ഒരു വെയിൽ കൊള്ളിപ്പ് പതിവാണ്, കാരണം അവർ വെയിലൊക്കെ കൊള്ളണ്ടേ അവർക്കും. ഞാൻ ബ്ലൂ പെണ്ണിന് ഫുഡ് കൊടുക്കുകയാണ്. രാവിലത്തെ ഫുഡ് പയറും ഗോതമ്പും പരിപ്പും കപ്പലണ്ടിയൊക്കെയാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ വെള്ളം ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അയാൾ വെള്ളവും കുടിക്കും. ഇനി അടുത്ത കോക്കോനെ വെയിലൊള്ളിക്കലാണ്. കോക്കോയെ പുറത്തിറക്കി കഴിഞ്ഞാൽ കോക്കോ ഒരു റൗണ്ടൊന്ന് പറക്കും. പറഞ്ഞിട്ടൊക്കെ ഞങ്ങൾ വെയിൽ കൊള്ളാനൊക്കെ ഇരിക്കത്തുള്ളൂ കേട്ടോ. ഇങ്ങോട്ട് പാടി. എന്നിട്ട് തലയിലോട്ടാണ് കയറിയിരിക്കുന്നത്. ഇനി കോക്കോനെ കുറച്ചൊന്ന് വെയിലൊള്ളിപ്പിക്കാം. കോക്കോ തോളേന്ന് ഇറങ്ങാണ്ടിരിക്കുക കേട്ടോ. കോക്കോയ്ക്ക് തുണി വിരിച്ചിടുന്ന ആ സ്റ്റാൻഡ് ഭയങ്കര പേടിയാണ്. ബ്ലൂ പെണ്ണിരുന്നില്ലേ, ആ സ്റ്റാൻഡ് ഭയങ്കര പേടിയാണ്. ആ സ്റ്റാൻഡ് ഇവിടെ പുറത്തിരിക്കുന്നത് കൊണ്ട് ഇയാൾ തോളേന്ന് ഇറങ്ങാണ്ട് പേടിച്ചിരിക്കുകയാണ്. എന്നെയും കൂടെ വെയിൽ കൊള്ളിക്കുകയാണ് കോക്കോ. പിന്നെ നമ്മളെല്ലാ ദിവസവും ഒരു ഇച്ചിരി വെയിൽ കൊള്ളണം ഇവിടെ ആയതുകൊണ്ട്. കാരണം വൈറ്റമിൻ ഡി എനിക്ക് ഭയങ്കര കുറവാണ്. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം വൈറ്റമിൻ ഡി കുറവാണ്. അതിൻ്റെ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം വല്ലപ്പോഴും കൂടി ഇങ്ങനെ ചെറിയ വെയിൽ ഞാനും കൊള്ളും ഇടയ്ക്കിടയ്ക്ക്. ഇപ്പോൾ ചൂടല്ലേ, ചെറുതായിട്ടൊക്കെ കൊള്ളത്തുള്ളൂ. കുറച്ച് നേരം വെയിൽ കൊണ്ട് ഇനി കോക്കോയായിട്ട് കൂട്ടിൽ കൊണ്ടാക്കട്ടെ. കോക്കോയ്ക്ക് ഫുഡ് കൊടുത്തിട്ട് കോക്കോനെ കൂട്ടിലാക്കട്ടെ. ഇല്ല ഞാനിവിടെ നിന്ന് കരിയും. ഇതിന് രാവിലെ കോക്കോയുടെ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. മുട്ടയാണ് കേട്ടോ ഇന്ന് രാവിലെ കൊടുക്കുന്ന കോക്കോയ്ക്ക്.
ഒക്കെ പാത്രത്തിൽ കൊടുത്തപ്പോൾ തിന്നാൻ ഭയങ്കര മടി. രാവിലത്തെ കുളിയെല്ലാം കഴിഞ്ഞു. ഇനി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് ഞാൻ. സാൻഡ്വിച്ചാണ് ഇക്ക ഉണ്ടാക്കിയതാട്ടോ രാവിലെ. ഒരു സാൻഡ്വിച്ചും കുബൂസിനകത്ത് വെജിറ്റബിൾസൊക്കെ വെച്ചിട്ട്, പിന്നെ ഒരു കോഴിമുട്ടയും ഒരു ഓറഞ്ച് ജ്യൂസും. അപ്പം ഇന്ന് രാവിലത്തെ ഫുഡ് ഇതാണ്. അപ്പം ഇത് കഴിച്ചിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം. രാവിലെ ഈ ഫുഡ് ഇത്രയും കഴിച്ചാലേ ജോലി ചെയ്യാനുള്ളൊരു എനർജി കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം ഇത് കുറച്ചേ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മീൻ കിട്ടുന്ന ദിവസമാണ് കേട്ടോ. നമ്മുടെ ബാബ ഫിഷിങ്ങിന് പോവും ആഴ്ച 2 ദിവസം. അപ്പം ഇന്ന് മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനകത്ത് മീനാണ്. ഇത് പൊട്ടിച്ച് പുറത്ത് വച്ചിട്ട് കാണിച്ചു തരാം. മീനാണ് ഇന്ന് ബാബ പിടിച്ചുകൊണ്ട് വന്നത്. ആഴ്ചയിൽ ഒരു 2 ദിവസം, ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ബാബ പോവും മീൻ പിടിക്കും. രാവിലെ പോവും കേട്ടോ. ഇത്രയും മീനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ മാമാടെ മെസ്സേജ് വരും. ഇപ്പോൾ ഇവിടെ സമയം 11:30 മാമാടെ മെസ്സേജ് വരും. 11:30 12 മണിക്കുള്ളിൽ വരും. അപ്പോൾ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം മെസ്സേജ് വന്ന ഉടനെ ഞാൻ ജോലിക്ക് പോവും. ഇനി തിരിച്ച് വൈകുന്നേരം വരുമ്പോൾ ഉള്ള വീഡിയോസ് കാണിച്ചു തരാം. ഇവിടെ സമയം 5 മണിയായിട്ടുണ്ട്. ഇപ്പോഴാണ് ലഞ്ച് കഴിക്കാൻ വന്നത്. 11:30 പോയതാണ്. ഇപ്പോഴാണ് ലഞ്ച് കഴിക്കാൻ വന്നത്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് കണ്ടോ, രാവിലെ കാണിച്ച മീൻ, നല്ല അടിപൊളി തേങ്ങ അരച്ച് വെച്ച കറി, ചോറും മീൻ വറുത്തതും. അങ്ങനെ കുറച്ച് ചോറിട്ടിട്ടുണ്ട്. നല്ല അടിപൊളി കറിയാണ്. ഒരു ബിഗ് ഫിഷ് ഫ്രൈ. അപ്പം ഇനിയിപ്പോൾ ഇത് കഴിച്ചിട്ട് കാണാം. ഫുഡ് ഉണ്ടാക്കുന്നത് ഇക്കാണ് കേട്ടോ. ഉച്ചയ്ക്കത്തെ ഫുഡ് ഉണ്ടാക്കുന്നത് ഇക്കായാണ്. അപ്പോൾ ഈ മീൻ കറിയും വറുത്ത മീനും ചോറും എല്ലാം ആക്കി വെച്ചത് ഇക്കയാണ്. ഞാൻ വന്നിട്ട് കഴിക്കുന്നു. ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഡ്യൂട്ടിക്ക് പോകണം. അപ്പം അതിന് മുന്നേ ചോറൊക്കെ തിന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വീട്ടിലൊക്കെ വിളിച്ച് ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ റൂമിൽ വന്നതേ ഉള്ളൂ. ഇനി ഒന്ന് കുളിച്ച് ഫ്രഷ് ആവണം. എന്നിട്ട് രാത്രിത്തേക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കണം. ഇക്ക ഇല്ല, ഇക്ക ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ്. ഒരു 1.5 മണിക്കൂറാകുമ്പോൾ ഇക്കായും വരും. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഡെയിലി ഉള്ള കാര്യങ്ങൾ. ഇതൊരു വർക്കിംഗ് ഡേ ഉള്ള ദിവസത്തിലെ കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെ. അപ്പം എല്ലാവരും വീഡിയോസ് കണ്ട് നമ്മളെ സപ്പോർട്ടാക്കണം. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.